മാർച്ച് 5-ാം തീയതി രാവിലെ ദേശാഭിമാനി പത്രമെടുത്ത് വായിച്ചപ്പോൾ എല്ലാവരും ഒന്ന് അമ്പരന്ന് കാണും. കാരണം ഒന്നാം പേജിൽ ദേശാഭിമാനി പോലൊരു പത്രം നൽകുന്ന വാർത്തയല്ല ഉള്ളത്. ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്, 40% സ്കൂളുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ, പൂട്ടലിന്റെ വക്കിൽ KSRTC, പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം എന്നിങ്ങനെയെല്ലാം ഒന്നാം പേജിൽ വാർത്ത നൽകിയിരുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആ ദിവസത്തെ വാർത്തയല്ലായിരുന്നു. PRD നൽകിയിരുന്ന ഒരു പരസ്യമായിരുന്നു അത്. ദേശാഭിമാനിയിൽ മാത്രമല്ല, ദി ഹിന്ദു, മാധ്യമം തുടങ്ങിയ പത്രങ്ങളും ഇത് നൽകിയിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെയും പിണറായി വിജയൻ സർക്കാരിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇത് നൽകിയിരുന്നത്. ഒന്നാം പേജിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് കേരളം അനുഭവിച്ച ബുദ്ധിമുട്ടുകളെന്ന് ഇടതുമുന്നണി ആരോപിക്കുന്ന കാര്യങ്ങളായിരുന്നു ആ പത്രത്തിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നതെങ്കിലും രണ്ടാം പേജിൽ പിണറായി വിജയന്റെ കാലത്ത് ഇതേ കാര്യങ്ങൾ പരിഹരിച്ചതായും പറയുന്നു. രണ്ട് ഭരണകാലഘട്ടങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് കേരളം ഇനി മുതൽ ഇരുട്ടിൽ, ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് എന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഉദ്ദേശിച്ച് പറയുമ്പോൾ, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, കേരളത്തിൽ വെളിച്ച വിപ്ലവം എന്നാണ് പിണറായി സർക്കാരിന്റെ ഭരണകാലം ചൂണ്ടിക്കാട്ടി പറയുന്നത്. വൈദ്യുതി ഉപഭോഗം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 117 ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് എത്തിയതോടെ ഇന്ന് സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ഈ വാർത്തയെക്കുറിച്ച് പറയാൻ കാരണം, 10 വർഷം പവർ കട്ടില്ലാത്ത കേരളമെന്ന് നെടുനീളെ പോസ്റ്റുകൾ വെച്ചിട്ടുള്ള അതേ കേരളത്തിൽ തന്നെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ടില്ല. അതിനു മുൻപ് ജനങ്ങളിപ്പോൾ ലോഡ് ഷെഡിംഗ് അനുഭവിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ രാത്രികാലങ്ങളിൽ 15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ വൈദ്യുതി ബോർഡ് വാക്കാൽ നിർദ്ദേശം നൽകിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരാഴ്ച മുമ്പ് തന്നെ മലബാർ മേഖലയിലെ ചില ഭാഗങ്ങളിൽ ലോഡ് ഷെഡിംഗ് തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി മേഖലകളിലും 10 മുതൽ 15 മിനിറ്റ് ലോഡ് ഷെഡിംഗ് ആരംഭിച്ചു. എന്നാൽ ലോഡ് ഷെഡിംഗ് ആരംഭിച്ചിട്ടില്ലെന്നും വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ ചില നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയാണെന്നാണ് KSEB ഇതിന് മറുപടി നൽകുന്നത്. വരും ദിവസങ്ങളിലും ചൂട് തുടർന്നാൽ 30 മിനിറ്റ് വരെയുള്ള നിയന്ത്രണങ്ങൾ രാത്രിയിൽ വേണ്ടി വന്നേക്കാമെന്നാണ് സൂചന. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം, ചുട്ടുപഴുത്ത് നിൽക്കുകയാണ്. പകൽ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോയിട്ട് വീടിനകത്ത് പോലും ഫാൻ ഇട്ടിരുന്നാൽ പോലും ചൂടെടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് ജോലിയൊക്കെ കഴിഞ്ഞു വരുന്നവർ രാത്രി ഒന്ന് സുഖമായി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് വരുന്നത്. തീർച്ചയായിട്ടും മലയാളികളടക്കം ഈ വാർത്ത വന്നതിന് പിന്നാലെ താഴെ നിരവധി കമന്റുകളാണ് പങ്കുവെക്കുന്നത്. പകൽ സമയം എപ്പോഴെങ്കിലും കളയൂ, രാത്രി ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ചൂടെടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റാണ് പറയുന്നത്. സംസ്ഥാനത്ത് നിലവിൽ അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും അമിത ഉപയോഗം മൂലം ട്രാൻസ്ഫോമറുകൾ തകരാറിലാകുന്നതാണ് തടസ്സങ്ങൾക്ക് കാരണമെന്നാണ് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി പറയുന്നത്. ഓവർലോഡ് ആകുമ്പോൾ വൈദ്യുതി തനിയെ നിലയ്ക്കുന്ന, അതായത് ട്രിപ്പ് ആകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും ഇത് 1 മിനിറ്റ് 4 വീട്ടുകാർ വൈദ്യുതി ഉപയോഗം കുറച്ചാൽ പരിഹരിക്കാവുന്ന ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ പീക്ക് അവറുകളിൽ ഹീറ്റർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രതിപക്ഷം ഈ കാര്യത്തിൽ സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കനത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി ഉൽപാദനം കൂട്ടിയതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പും താഴ്ന്നിരിക്കുകയാണ്. പരമാവധി സംഭരണ ശേഷിയുടെ 33% വെള്ളം മാത്രമാണ് നിലവിൽ ഡാമിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 12 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. ചൂട് കടുത്തതോടെ മൂലമറ്റും വൈദ്യുതി നിലയത്തിൽ ശരാശരിയിൽ കൂടുതൽ വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെ പീക്ക് ടൈം എന്നത് പുലർച്ചെ 3 മണി വരെ എന്നതാണ് നിലവിലെ സ്ഥിതി. നിലയത്തിലെ 6 ജനറേറ്ററുകളും പീക്ക് ടൈമിൽ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതോടെ ഡാമിലെ ജലനിരപ്പ് 2335 അടിയിലെത്തി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 2346 അടിയായിരുന്നു ജലനിരപ്പ്. വേനൽ മഴ കനിയാത്തതിനാൽ ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞു. ജലനിരപ്പ് ഇനിയും താഴ്ന്നാൽ വൈദ്യുതി ഉൽപാദനം കുറയ്ക്കേണ്ടി വരുമെന്നാണ് ആശങ്ക. അങ്ങനെ വന്നാൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കേണ്ടി വരും. ഇതൊഴിവാക്കാൻ രാത്രിയിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കണം. ഇലക്ട്രിക് വാഹനങ്ങൾ രാത്രി ചാർജ് ചെയ്യരുത്. പകൽ സമയം സോളാർ വൈദ്യുതി പ്രയോജനപ്പെടുത്തണം തുടങ്ങി പ്രതിസന്ധി മറികടക്കാൻ നിരവധി നിർദ്ദേശങ്ങളാണ് KSEB മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വൈദ്യുതി ഉൽപാദനം കൂടുതലായതിനാൽ അധികം ജലം പുറന്തള്ളുന്നത് തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കണം.
സംസ്ഥാനത്തെ നടുക്കുന്ന വേനൽ ചൂടിനൊപ്പം കേരളത്തിൻ്റെ വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിൽ ആദ്യമായി സർവകാല റെക്കോർഡുകൾ തകർത്ത് കുതിക്കുകയാണ്. വൈകുന്നേരം 6 മുതൽ 10 വരെയുള്ള അതീവ സങ്കീർണമായ പീക്ക് സമയത്ത് വൈദ്യുതി ആവശ്യകത 6033 മെഗാവാട്ട് എന്ന വിസ്മയിപ്പിക്കുന്ന കണക്കിലേക്ക് ഉയർന്നു. ഏപ്രിൽ 23 രാത്രി 10:30 കേവലം 1 മിനിറ്റ് നേരത്തേക്ക് ആവശ്യകത 6195 മെഗാവാട്ടിലേക്ക് കുതിച്ചു കയറിയതും പ്രസരണ ശൃംഖലയെ കടുത്ത അപകടാവസ്ഥയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈദ്യുതി ഉപയോഗത്തിലുണ്ടാകുന്ന ഈ വമ്പൻ സ്ഫോടനം KECBയുടെ സകല കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 18 രേഖപ്പെടുത്തിയ 117.16 ദശലക്ഷം യൂണിറ്റ് എന്ന പ്രതിദിന ഉപയോഗം കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണ്. ഇത്രയും വലിയ ഡിമാൻഡ് നേരിടാൻ വിതരണ ലൈനുകളും ട്രാൻസ്ഫോമറുകളും പണിപെടുകയാണ്. ആവശ്യകത പരിധി ലംഘിച്ചതോടെ സംസ്ഥാനത്തെ പ്രസരണ വിതരണ ശൃംഖല കടുത്ത സമ്മർദ്ദത്തിലാണ്. ഉയർന്ന ലോഡ് താങ്ങാനാകാതെ പലയിടങ്ങളിലും ട്രാൻസ്ഫോമറുകൾക്ക് തകരാറ് സംഭവിക്കാനും വോൾട്ടേജ് ക്രമാതീതമായി കുറയാനും ഇത് ഇടയാക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ സാങ്കേതിക തകരാറുകൾ മൂലം വലിയ തോതിലുള്ള വൈദ്യുതി മുടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും KECB മുന്നറിയിപ്പ് നൽകുന്നു. ആഭ്യന്തര ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിച്ചിട്ടും പുറത്തുനിന്ന് വൻ വില നൽകി വൈദ്യുതി എത്തിച്ചിട്ടുമാണ് നിലവിൽ KECB മുന്നോട്ട് പോകുന്നത്. എന്നാൽ വിതരണ ശൃംഖലയുടെ ശേഷിയേക്കാൾ വേഗത്തിൽ ഉപയോഗം കൂടുന്നത് ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും വലിയ പ്രതിസന്ധിയിലാക്കുന്നു. വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്ന മേഖലകളിലും ശൃംഖല പുനഃക്രമീകരിച്ച് പരിഹാരം കാണാൻ തീവ്ര ശ്രമം നടക്കുന്നുണ്ട്. ഈ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയത്ത് അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. വാട്ടർ പമ്പ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗം പീക്ക് സമയത്തിന് ശേഷമുള്ള നേരത്തേക്ക് മാറ്റണം. ഏതായാലും വരും ദിവസങ്ങളിലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് നിലവിലെ സൂചനകൾ നൽകുന്നത്. അതേസമയം തന്നെ ജനങ്ങളൊക്കെ തന്നെ പ്രതിഷേധത്തിലാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതേസമയം തന്നെ ഇവിടെ തൊടുപുഴ KECB ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പായും തലയണിയുമായി എത്തി അവിടെ കിടന്ന് പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് സാറ് ഞങ്ങളിവിടെ കിടന്നോളാം, സാറ് പണിയെടുത്തോ എന്നാണ് പറയുന്നത്. നിരവധി ആളുകൾ പറയുന്നുണ്ട് പവറില്ലാത്ത 10 വർഷം. സത്യം രാത്രി 2 പ്രാവശ്യമൊക്കെയാണ് കറന്റ് പോകുന്നത്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന് ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ കറന്റ് ഇല്ല. വിളിച്ചാൽ പോലും KECB ഫോൺ എടുക്കില്ല. എന്നിട്ടും പവർ കട്ടില്ല പോലും. കറന്റ് ബില്ലിന് ഒരു കുറവുമില്ല എന്നൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത്. ഏതായാലും KECBക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഈ ഒരു അവസ്ഥ പോയി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലും മലയാളികൾ വലിയ രീതിയിൽ ചൂട് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ കറന്റ് പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്.